എന്നെ ഇട്ടേച്ച് പോയല്ലോ എന്റെ അപ്പൂപ്പോ. അയ്യോ, പ്രഷറിന്റെ ഷുഗറിന്റെയും ഗുളിക 1 മാസത്തേക്കുള്ള വാങ്ങിച്ചും വെച്ച് അത് തിന്നേച്ച് പോയാ പോരായിരുന്നു എന്റെ അപ്പൂപ്പ. അയ്യോ, മെമ്പറിനെ ഒന്ന് വിളിച്ചു നോക്ക എന്തായാലും. ഈ വാർഡിൽ നിന്ന് ജയിച്ചിട്ട് പോയ മെമ്പറാ. ഞാൻ എപ്പോ വിളിച്ചാൽ ഈ വാർഡിന്റെ പഴുതിക്ക് പുറത്താ പെണ്ണും പിള്ള എവിടെ പോയി കിടക്കുവോന്ന് ആർക്കറിയാം. ഹലോ, ആ മെമ്പറാ. ഞാൻ ഈ കർഷകശ്രീയുടെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് കൃഷിഭവൻ വരെ ഒന്ന് പോയതായിരുന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. വെച്ചോ. മെമ്പറേ പോയി, മെമ്പറേ അപ്പൂപ്പൻ പോയി. മെമ്പറേ ഒറ്റയ്ക്ക് പോയോ? അതെന്താ പണിയാ കാണിച്ചത്? കുടുംബസമേതം പോകുന്നാണല്ലോ എന്നോട് പറഞ്ഞത്. മെമ്പർ എവിടെ പോകുന്ന കാര്യമായി പറയുന്നേ? ഗോവയ്ക്ക് ടൂർ പോകുന്ന കാര്യം. അയ്യോ, ഗോവയ്ക്ക് ടൂർ പോയതൊന്നുമല്ല, ആ കാലന്റെ കൂടെ പോയെന്ന്. പരിചയമില്ലാത്തവരോട് എന്തിനാ പറഞ്ഞു വിടുന്നത്? പറഞ്ഞിരുന്നെങ്കിലേ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോത്തില്ലായിരുന്നോ? മെമ്പറെ എന്റെ അപ്പൂപ്പൻ മരിച്ചു പോയത് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ എന്റെ കൊച്ചാട്ട, എന്റെ രാഘവൻ കൊച്ചാട്ടന്റെ കർഷകശ്രീയുടെ 10,000 രൂപ മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും പോയി കളഞ്ഞല്ലോ കൊച്ചാട്ട. ഇത് ഞാൻ ഇനി എന്റെ പേരിലോട്ടാക്കണമല്ലോ. അയ്യോ കരയല്ലേ മെമ്പറെ, കരയല്ലേ. എങ്ങനെ കിടന്ന മനുഷ്യനായിരുന്നു. മരിച്ചപ്പോ കമന്നായിരുന്നു കിടന്നത്, ഞാനാ തിരിച്ചിട്ടത്. എനിക്കിതൊന്നും കാണാൻ വയ്യേ. അയ്യോ, എന്നാ കള്ളത്ര വളർന്ന് ഉണച്ചി 6 അടി 8 ഇഞ്ചുള്ള ഒരു മനുഷ്യൻ ചത്തുമലന്ന് കിടക്കുന്നത് കാണാൻ വയ്യാന്നോ? അതല്ല, ഈ മഞ്ഞ് കാരണം ഇതിന്റെ അകത്തെ ഉള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ തുടച്ചു തരാം മെമ്പറെ. അയ്യോ, ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാം. ഇപ്പഴാ ഞാനൊന്ന് അടുത്ത് കാണുന്നത്. അതെന്തോ വർത്തമാനോ മെമ്പറെ? ഇതിനു മുമ്പ് എന്റെ അപ്പൂപ്പനെ അടുത്ത് കണ്ടിട്ടില്ലയോ? അപ്പൂപ്പന്റെ കാര്യമല്ല, മൊബൈൽ മോർച്ചർ ഞാൻ ആദ്യമായിട്ടായി ഇത്ര അടുത്ത് കാണുന്നെന്ന്. അങ്ങനെ? അയ്യോ എന്റെ അപ്പൂപ്പ, ഞാനിത് എങ്ങനെ സഹിക്കുവേ. അയ്യോ അയ്യോ. അടക്കം പറ. നീ നിന്ന് ചവിട്ടുനാടകം കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ സുമേ. മെമ്പറല്ലേ ഇവൻ അടക്കപ്പറ. അതല്ല, കൊച്ചാട്ടന്റെ അടക്കത്തിന്റെ സമയം എപ്പോഴാന്ന് പറയാനില്ലേ ഞാൻ പറഞ്ഞത്. പറയാം കനക ചേച്ചി, പറയാം ഞാൻ. മെമ്പറെ, ഒരു മരണ വീടായ ഇങ്ങനെയാന്നോ? അപ്പൂപ്പനെ വെച്ച് 2 വാക്ക് പറ മെമ്പറെ, അല്ലാതെ അപ്പൂപ്പന് ഫീൽ ആയാലോ? അയ്യോ, പിന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചിട്ട് കിടക്കുവല്ലേ 2 വാക്ക് പറയാൻ. പെട്ടി തുറക്കോ, എനിക്കൊന്ന് കാണണേ, പെട്ടി ഒന്ന് തുറക്കോ. അയ്യോ, പെട്ടി തുറക്കാൻ എന്തോ സുമേ, കൊച്ചാട്ടൻ ഗൾഫീന്ന് വല്ലതും വന്നയാണോ? ഗ്യാസ് വണ്ടി വന്നല്ലോ. ബുധനാഴ്ച ആയിരുന്നല്ലോ വരുന്നത്, ഇന്ന് വന്നോ? അതല്ല, കൊച്ചാട്ടനെ ദഹിപ്പിക്കാനുള്ള ഗ്യാസ് വണ്ടി വന്നെന്ന്. അയ്യോ, ഗ്യാസിലൊന്നും ദഹിപ്പിക്കണ്ട മെമ്പറെ, ഗ്യാസിലൊന്നും ദഹിപ്പിക്കണ്ട. വിറകി ദഹിപ്പിച്ചാ മതി, ഗ്യാസിലൊന്നും ദഹിപ്പിക്കണ്ട. ഗ്യാസിനൊക്കെ പഞ്ഞായ വിലയില്ലയോ? ആ ഗ്യാസ് എടുത്ത് അടുക്കളോട്ട് വെക്കാൻ പറ മെമ്പറെ. അന്നാ വട്ടക്കമ്മ മതിയോ? 2 വെട്ടിയിടാൻ പറയട്ടെ? വെട്ടിയിടുവാണെ 2 ഇങ്ങോട്ട് വീണം. തീയരിക്കാൻ ഒന്നുമില്ല, കാര്യവാ എന്തായാലും. സുമേ, ഇനിയും കൊച്ചാട്ടൻ കണ്ണുമെല്ലാം ദാനം ചെയ്തിട്ടുണ്ടോ? ഇനിയും ബെസ്റ്റ്. ജീവിച്ചിരുന്നപ്പോഴേ 2 കണ്ണും കുളിക്കടവിലായിരുന്നു. എന്തൊരു ചുറുചുറുക്കോടെ നടന്ന മനുഷ്യനായിരുന്നു. എന്നെ പറ്റിയതാ സുമേ. എന്നാലും ഒന്നും പറയണ്ട മെമ്പറെ, ഇന്നലെ എങ്ങാണ്ട് ഇത് തണ്ണിമത്തങ്ങനെ ഒരു കരു എങ്ങാണ്ട് തൊണ്ടക്കിരുന്നു. അത് അവിടെ കിടന്ന് കിളിക്കോന്ന് പേടിച്ച് അപ്പൊ കീടനാശിനി എടുത്ത് കുടിച്ചതാ. കിടക്കുന്നു. അതവിടെ കിടന്ന് കിളിച്ചാൽ എന്താ കുഴപ്പം? ഒന്നുമില്ലല്ലോ, നല്ല കീടനാശിനി ഒന്നും അടിക്കാത്ത തണ്ണിമത്തങ്ങ നമുക്ക് കൊച്ചാട്ടിൽ ഉണ്ടാക്കിയിട്ട് പറിച്ചെടുത്ത് കൂടായിരുന്നോ സുമേ? ഈ സുമയ്ക്കും കൊച്ചാട്ടിനും ഒന്നും ഒരു ബോധവും ഇല്ലെന്ന് വെച്ചാല് ഇതിനെയൊക്കെ ആരാന്നോ മെമ്പറാക്കിയത്? സുമേ.